ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ എക്സാമിന് എനിക്ക് ഒട്ടും മോട്ടിവേഷൻ ഇല്ലാത്തൊരു ദിവസം ഞാൻ എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ എ ലോങ് ടൈം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ ഇല്ല. ബട്ട് മറ്റന്നാൾ എനിക്ക് എക്സാമും കൂടിയാണ്. എന്താ എനിക്ക് പറ്റിയതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഉണ്ടാവും തോന്നുന്നു. അറിയില്ല. മാക്സിമം ഞാൻ ഇന്നത്തെ ഫുൾ ക്ലിപ്സും ഞാൻ ഫുൾ പഠിക്കുന്നതും എന്തൊക്കെ ചെയ്യുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം. മാക്സിമം കൂടുതൽ ഞാൻ പഠിക്കുന്ന ആഡ് ചെയ്യാം. രാവിലെ തന്നെ ഞാൻ യോഗയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ഒക്കെ ആയി. അന്ന് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് തന്നെ ഒരു പ്ലാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഏതൊക്കെ ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ തുടങ്ങണമെന്നും അറിയില്ല. എൻ്റെ ഹിന്ദി എക്സാമാണ്. അപ്പോൾ അതിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 2 ദിവസം ഉണ്ടായിരുന്നു, 4 ദിവസമാണ് ലീവ്. ബട്ട് ഈ 2 ദിവസം ഞാൻ സോഷ്യലാണെന്നും പറഞ്ഞിട്ട് കുറേ വേസ്റ്റാക്കി കുറേ ടൈം. അതൊരു 2 ചാപ്റ്റർ അങ്ങനെ 2 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ ആയിട്ട് കാരണം. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദാറ്റ്സ് വൈ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ പാഠം എഴുതാം. ആ പാഠത്തിൽ എന്തൊക്കെയാണ് എനിക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് വായിക്കാനുള്ളത്, പാഠം എങ്ങനെയൊക്കെ വായിക്കണം. പിന്നെ ഇപ്പോൾ കവിതയാണെങ്കിൽ കവിതയിൽ ഓരോരുത്തരുടെ ആരാണ് എഴുതിയത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ പേരുകൾ പഠിക്കണം. അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുകയാണ്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നതാണ് ഞാൻ ഇതിനകത്ത് കുറച്ച് ടിപ്പുകൾ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവും. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കില്ല ഈ ഒരു വീഡിയോ കാണുമ്പോൾ. കുറച്ചുകൂടി യൂസ്ഫുൾ ആവും നിങ്ങൾ കാണുന്നതിനനുസരിച്ച്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്നുള്ളതാണ് പ്ലാൻ. അതാണ് ഏറ്റവും മെയിൻ. നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്യുക. അത് എങ്ങനെയൊക്കെ പഠിക്കണം. ഞാനിപ്പോൾ രാവിലെ ചെയ്ത പണി നിങ്ങൾ തലേ ദിവസം ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു എന്താ പറയുക, ക്ലട്ടേർഡ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാവില്ല. എല്ലാം ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ ഒരു പഠിക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണുള്ളത് ഓരോന്നിലും സംഭവങ്ങൾ, അത് നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ തന്നെ എഴുതുന്നതാണ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി എന്താക്കുക, നമ്മളിത് കവർ ചെയ്യുമ്പോൾ ഇത് ഓരോന്നും കഴിഞ്ഞതിന് ശേഷം എന്താക്കുക, എല്ലാം വെട്ടിക്കളയാം. ആ ഒരു സുഖം വേറൊന്നിനും കിട്ടില്ല എന്നേ പറയുള്ളൂ. അത് ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്നവർക്കറിയാം. അത് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും. കാരണം നമ്മൾ അത്രയും കവർ ചെയ്തു, ഇനി ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ ടു ഡു ലിസ്റ്റ് നോർമലി നിങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും ടു ഡു ലിസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇനി അടുക്കളയിലായിട്ട് കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കണമായിരുന്നു. അപ്പം അതിൻ്റെ പരിപാടിയായിരുന്നു. ഇത് കുറച്ച് ലോങ് ആണ്, ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അത്ര ഷോർട്ടാക്കാൻ നിന്നിട്ടില്ല. ബീട്രൂട്ടിൻ്റെ മാത്രമല്ല എല്ലാം ഉണ്ട്. ക്യുക്കുംബർ, അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട്. സാധാരണ ABC ജ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് ആംല ഉള്ളത് ഞാൻ കണ്ടില്ല, ഗൂസ്ബെറി. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛനും മമ്മിയും എല്ലാവരും. അപ്പോൾ ഇതൊരു ഹെൽത്തി സാധനമാണ്, ഇടയ്ക്കേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചത്. പുട്ടും ഫിഷും അതുപോലെ എഗ്ഗും ആയിരുന്നു. അപ്പം ഞാൻ രണ്ടാമത്തെ പാഠം പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഫസ്റ്റത്തെ ഞാൻ പഠിക്കുന്നൊന്നും ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. പ്ലാൻ ചെയ്യുന്നത് കാണിച്ചു തന്നില്ല. ഇത് സെക്കൻഡ് ആയിട്ടുള്ള യൂണിറ്റാണ്. ഫസ്റ്റ് യൂണിറ്റിൽ 2 ചാപ്റ്റർ ഉണ്ടായിരുന്നു. അത് ഞാൻ കവർ ചെയ്തു. ഞാൻ കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ട്, ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്കും പിന്നെ ഒരു ½ ആൻ അവർ ഞാൻ അതും ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു.
ഇതും ഞാൻ നോക്കുകയാണ് എത്രത്തോളം ഉണ്ട് ഭാഗങ്ങൾ എനിക്ക് കവർ ചെയ്യാനുള്ളതെന്ന്. അപ്പം അതെല്ലാം ഞാൻ നോക്കിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് അടുത്ത യൂണിറ്റ്. അപ്പോൾ നിങ്ങളങ്ങനെ ആവരുതെന്നാണ് ഞാൻ പറയുന്നത്. വലിയ ബ്രേക്ക് എടുത്ത് പോകരുത്, അതിന് പകരം നിങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സെക്കൻഡ് ടിപ്പ് ഈസ് റിവൈസ്. അതായത് നമ്മൾ ആ ബ്രേക്ക് എടുക്കൂലേ, ആ ബ്രേക്കിനെ ഒന്ന്, അതായത് നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം അടുത്തൊരു സെക്ഷൻ വരുമ്പം ആ ഒരു സെക്ഷന് 20 മിനിറ്റ്സ് മുന്നേ, അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലെ 20 മിനിറ്റ്സ് എന്താക്കുക, ഈ ഒരു ഭാഗം പഠിച്ചതിന് റിവിഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ആ ഒരു സ്റ്റഡി സ്ട്രാറ്റജിയിൽ തന്നെ വലിയൊരു മാറ്റം തന്നെ ഈ ഒരു ടിപ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ആ ഒരു മെയിൻ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ഉണ്ടാവുമല്ലോ ഏതൊക്കെയാണ് യൂണിറ്റും അതിന് ഓരോ പാഠമൊക്കെ. പിന്നെ ഞാൻ ഓരോന്നും എഴുതി പഠിക്കേണ്ടതൊക്കെ ഉണ്ട്. കൂടുതലും ഹിന്ദിയൊക്കെ എഴുതി പഠിക്കേണ്ടതും ഉണ്ടാവുമല്ലോ. പിന്നെ ഇനി ഞാൻ വെറുപ്പിക്കുന്നില്ല അധികം സംസാരിച്ചിട്ട്. നിങ്ങൾ കൂടുതലും ഇനി മ്യൂസിക് കേട്ടോ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് 4 പാഠമാണ്, 7 പാഠമാണ്. അതിൽ 4 എണ്ണമാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഇനിയുള്ള എനിക്കൊരു 4 പാഠം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇന്നത്തെ ടു ഡുവിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഫസ്റ്റും സെക്കൻഡും ടേമിലുള്ള പോർഷൻസാണ് ഇന്ന് ഞാൻ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാണ്ടാണ് ഞാൻ നോക്കുന്നത്. ബട്ട് ഡിസ്കോഴ്സും ഗ്രാമറൊക്കെ ഞാൻ അല്ലാണ്ട് തന്നെ പ്രത്യേകമായിട്ട് നോക്കുന്നുണ്ട്. നാളെ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. നാളെ എനിക്ക് ക്ലാസ്സില്ല, പക്ഷെ അമ്മയ്ക്ക് ക്ലാസ്സിൻ്റെ. അപ്പോൾ ഫോൺ അമ്മേൻ്റെ ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. സോ ഇന്നത്തെ ഞാൻ എന്തായാലും ഫുൾ വ്ളോഗ് ഇടാം. ഞാനിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് 4 പാഠം കഴിഞ്ഞുകൊണ്ട്. ഞാൻ 2 പാഠം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. പിന്നെ ഒട്ടും മോട്ടിവേറ്റഡ് അല്ലായിരുന്നു. ബട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്, ഒട്ടും മോട്ടിവേറ്റഡ് അല്ലെങ്കിലും നമ്മളങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മോട്ടിവേറ്റും പ്രൊഡക്റ്റീവ് ആവുന്നു. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്, പഠിക്കണം എന്നൊക്കെ കുറച്ച് തോന്നലുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോ. ലാസ്റ്റ് വരെ ഞാൻ കുറേ ടിപ്സുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയ ടിപ്സുകളൊക്കെ പറയണ്ട. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതൊന്നും മിസ്സാവില്ല. ഇപ്പം ഞാൻ അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയ്ക്ക് ശേഷമുള്ളത് ഇത് ഞാൻ 2:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പം 3rd യൂണിറ്റാണ്. മൊത്തത്തിൽ 5 യൂണിറ്റാണുള്ളത്. അപ്പോൾ ഈ 5 യൂണിറ്റിൽ 3rd യൂണിറ്റിൽ 3 പാഠമുള്ളത്. അതാണ് ഇന്നുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. 3 യൂണിറ്റുകളാണ്. ക്രിസ്മസും ഓണം എക്സാമും മൊത്തത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കവർ ചെയ്യുന്നത്. അതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി. ഇതിനകത്താവുമ്പോൾ ലേബർ ഇന്ത്യയിലാവുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. വെറുതെ വായിച്ച് കഷ്ടപ്പെടണ്ടല്ലോ വിചാരിച്ചു. എന്നാലും ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഉണ്ടാവുമല്ലോ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുന്നത്. അതൊക്കെ ഞാൻ ഒന്ന് വായിച്ചു നോക്കും. പിന്നെ അധികം ഭാഗമൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ലാസ്റ്റ് പോർഷനൊന്നും പഠിക്കുന്ന ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഈ കാണിക്കുന്നത് ഒരു പ്രഹസനമല്ല, ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് അമ്മ പറയുമ്പോഴൊക്കെ. പിന്നെ ആ ലാസ്റ്റത്തെ പോർഷൻസ് ഞാൻ കുറച്ച് പഠിച്ച് കവർ ചെയ്യുന്നതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് എന്താ കാരണം എന്നൊക്കെ. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു സമയം ഇപ്പം ഞാൻ അധികം പഠിക്കുന്നൊന്നും ഇട്ടിട്ടില്ല. കാരണം ഫസ്റ്റിലെ കുറേ ഞാൻ ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബോറടിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലാസ്റ്റത്തെ ക്ലിപ്പൊന്നും ഞാൻ ലാസ്റ്റ് പഠിക്കുന്നൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ബട്ട് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് മൊത്തം കംപ്ലീറ്റ് ആക്കി. ഒരു മോട്ടിവേറ്റഡ് അല്ലാത്ത ദിവസത്തിൽ നിന്ന് ഞാൻ തുടങ്ങിയിട്ട് ഇന്ന് എൻ്റെ ടു ഡു ലിസ്റ്റിലുള്ള ആ ഒരു ഞാൻ ഫസ്റ്റും സെക്കൻഡും ടേം കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നാളെയാണ് ഇനി അടുത്ത ഭാഗങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഡിസ്കോഴ്സും ഗ്രാമറും എല്ലാ പോർഷൻസും ഞാൻ കഴിഞ്ഞിട്ടുണ്ട് മാക്സിമം. പിന്നെ ഫസ്റ്റും സെക്കൻഡൊന്നും അല്ല അധികം ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് പഠിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു. നാളെ നല്ല പ്രൊഡക്റ്റീവ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പഠിക്കും. നാളത്തെ വ്ളോഗ് ഉണ്ടാവില്ല. വേണമെങ്കിൽ ഞാൻ ഒരു മോർണിംഗ് സ്റ്റഡി വ്ളോഗ് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ പണികളിലൊക്കെ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ.
ഒരു ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ടൈറ്റിലായിട്ട് ഡേ തന്നെയല്ലേ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കൊടുത്തത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്ന ലോങ് വീഡിയോസാണ് കുറച്ചുകൂടി ഇഷ്ടമെന്ന് ഞാൻ നോക്കിയതിൽ വെച്ച് ലോങ് വീഡിയോയ്ക്കാണ് കുറച്ചുകൂടി വ്യൂസ് കൂടുതൽ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്.